ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഫൈനലി നമ്മൾ 4K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുന്നു. നമ്മൾ ഗിവ് അവേ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത്. ലാസ്റ്റ് വീക്കിലാണ് നമ്മൾ ജേർണൽ സപ്ലൈസ് വാങ്ങിയതിൻ്റെ പർച്ചേസിലായിരുന്നു ഗിവ് അവേൻ്റെ കാര്യം പറഞ്ഞത്. അപ്പം അതിന് അടിപൊളി റെസ്പോൺസ് കാര്യങ്ങളാണ് ഇതുവരെ നമുക്ക് കിട്ടിയത്. എല്ലാവരും പറഞ്ഞു, കുറേ കമൻസ് കണ്ടു ഗിവ് അവേ വേണം എന്നുള്ളത്. കുറേ പേര് നമ്മൾ കുട്ടി സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്തത്. അവരെല്ലാവരും പറഞ്ഞു ഈ ഗിവ് അവേ കൊടുക്കുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് തരുന്നതെന്നാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിന് നല്ല നല്ല കമൻസും കാര്യങ്ങളും, എങ്ങനത്തെ ജേർണലിങ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോസ് കറക്റ്റ്ലി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഡെയിലി 4 o'clock വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി ഡെയിലി 2 or 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് ടൈമിൽ വേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. അപ്പം ഇതാണ് നമ്മളുടെ ഗിവ് അവേ വീഡിയോ. നമുക്ക് വേറെ കൊളാബറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോ പേജ് സബ്സ്ക്രൈബ് ചെയ്യണം, ഇവരെ പേജ് സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ആകെ നമ്മുടെ ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് വലിയ റൂൾസ് കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോസ് വഴി എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ എന്തായാലും കണ്ടു നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചെയ്യുക. ഇതൊക്കെ പൊട്ടിമുളച്ചത് ഇന്നും ഇന്നലെയും ഒന്നായിട്ടല്ല. ഇതൊക്കെ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ്. ക്ലേനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മളൊരു 2060 to 90 ആ ഒരു ബാച്ചിൽ ഉള്ള കുട്ടികൾക്ക് ഏകദേശം അറിയാൻ മതിയാവും. ഠാക്കൂർ കാ ഗുഹ നമുക്ക് ഹിന്ദിയിലുള്ളൊരു ചാപ്റ്റർ. ഇനി ഏത് ക്ലാസ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അന്ന് നമുക്ക് ഠാക്കൂർ കാ ഗുഹ എന്ന് പറഞ്ഞാണ്ട് ഒരു കിണറിൽ വെള്ളം എടുക്കുന്നതിനെ പറ്റിയിട്ട് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നല്ലോ. അന്ന് സിസ്റ്ററിന് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ലാവ ഉണ്ടാക്കിക്കൊണ്ട്, അന്ന് കഥയൊക്കെ ഇനല്ലോ ലാവ ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ലേ പാടത്ത് പോയി ക്ലേ ഒക്കെ എടുത്തുകൊണ്ടുവന്ന് നമ്മൾ സംഭവം ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൽ കുറച്ച് ക്ലേ ബാക്കി വന്നിട്ട് ഞാൻ അതിനെ കൊണ്ട് ഠാക്കൂർ കാ ഗുഹ എന്ന് പറഞ്ഞാണ്ട് ഒരു കിണർ പോലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ എവിടെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് അത് ഉണ്ടാക്കിയത് ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഷോക്കേസിലൊരു വലിയൊരു സംഭവമായിട്ട് അതിപ്പോഴും ഉണ്ട്. അന്ന് മുതലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയത് സംഭവം ഒന്നല്ല, പണ്ടേ ഉള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഞാൻ ക്രാഫ്റ്റും ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും അതെന്തെങ്കിലും വാങ്ങി ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. പല ക്ലേൻ്റെത് ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പം ലുലു പോയപ്പോഴാണ് എനിക്ക് ഈ ക്ലേ കിട്ടിയത്. അപ്പോൾ എന്തായാലും ഡ്രൈ ക്ലേ ആണ്, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് പാത്രമൊക്കെ വെച്ചിട്ട്, പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നല്ല ഇതാക്കി കെട്ടി വെക്കണം, അല്ലെങ്കിൽ സംഭവം ഫുള്ളും ഇതാവും. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്, എന്തുണ്ടാക്കും എന്നുള്ള ഡൗട്ടിൽ യാതൊരു സംശയവും ഇല്ലായിരുന്നു. സദ്യയിൽ തന്നെ നമുക്ക് തുടങ്ങാം. നോർമൽ ക്ലേ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റായിട്ടാണ് എയർ ഡ്രൈ ക്ലേ വെച്ച് ചെയ്യുന്നത്. അതിൻ്റെ ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ടാകും, എന്നാലും പ്രശ്നമില്ല. എന്നാലും ഞാൻ ചെയ്തെടുത്തു. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ 2-3 ആൾക്കാർക്ക് ഞാൻ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തപ്പം സംഭവം സെറ്റായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വാഴൻ്റെ ഇല വരച്ചെടുക്കലാണ് നമ്മളെ ഫസ്റ്റത്തെ പരിപാടി. ക്ലേ ഒക്കെ പരത്തി ഉണ്ടാക്കി വാഴൻ്റെ ഇല, ഞാനെന്തോ മൈൻഡിൽ വാഴൻ്റെ ഇല കൂർപ്പൊക്കെ നല്ല അങ്ങോട്ട് സെറ്റാക്കി അങ്ങോട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉണക്കാൻ വേണ്ടി പുറത്ത് കൊണ്ടുവച്ചപ്പോഴാണ് വാഴൻ്റെ ഇല ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് വാഴൻ്റെ ഇല കൂർത്തിട്ടല്ലല്ലോ, അവിടെ ചെറിയൊരു ഫ്ലാറ്റായിട്ടുള്ളൊരു ഇതല്ലേ ഉള്ളത്. പിന്നെ നൈഫൊക്കെ എടുത്ത് പോയി അവിടെ നിന്ന് തന്നെ സെറ്റാക്കി. അതൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. വാഴൻ്റെ ഇലയൊക്കെ എങ്ങനെയാണെന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെയാണല്ലോ ചെയ്യുമ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണല്ലോ ഇത് ഇങ്ങനെയാണല്ലോ എന്നുള്ളത്. അങ്ങനെ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് പോകെ എല്ലാം ചെയ്ത് ശരിയാവുമല്ലോ.
ക്ലേ ടൂൾസും കാര്യങ്ങളൊന്നും വേണമെന്നില്ല. നമുക്ക് ഈർക്കിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ പെന്നിൻ്റെ നിബ് വെച്ചിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനോട് പ്രൊഫഷനാക്കി അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പ്രൊഫഷൻ ഞാൻ ഉദ്ദേശിച്ചത് പാഷൻ എന്നാണ് കേട്ടോ, സംഭവം മാറിപ്പോയതാണ്. പാഷനാക്കി ചെയ്യുന്നവർക്ക് ഇതൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ സംഭവങ്ങളും സാമഗ്രികളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിലുള്ള അവിയൽ, പച്ചടി, കിച്ചടി, ഉപ്പ്, ശർക്കര വരട്ടി, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണം. പഴം, പപ്പടം, ചോറ്, കറി എല്ലാം സെറ്റാക്കി എടുക്കണം. അപ്പം നമുക്ക് എന്താണൊക്കെ ഡീറ്റെയിലായിട്ട് ഭയങ്കര സംഭവമാക്കി ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് കുറച്ചൊക്കെ നമ്മളെ ഒരു ഇതിനനുസരിച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഓരോന്ന് സെറ്റ് ചെയ്തേക്കുമ്പോൾ ഇത് ഭയങ്കര വലുതായി പോകും. നമ്മളെ ഇല ഭയങ്കര ചെറുതാണല്ലോ, അപ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക. പഴം എന്തായാലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയെടുത്ത് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങി നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് പെയിൻ്റൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കുറച്ച് നമ്മളെ ഗിവ് അവേൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഗിവ് അവേയിൽ ആകെയുള്ള റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇൻസ്റ്റഗ്രാം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം നെയിം തന്നെ ഇൻസ്റ്റഗ്രാമിലുള്ളത്, അതിലൊന്ന് പോയിട്ട് അതൊന്ന് ഫോളോ ചെയ്യുക. ഇതിലിടുന്ന ചെറിയ ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലിടാറുള്ളത്. വേറെ സംഭവങ്ങളായിട്ടൊന്നുമില്ല. പിന്നെ ഫോട്ടോസ് നമ്മളെ ഒരു ക്യൂട്ട് മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യലുണ്ട്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുന്നവരൊന്ന് നമ്മളെ ഇൻസ്റ്റഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട സംഭവങ്ങളും നമ്മളെ ചാനലിൽ ഇഷ്ടപ്പെട്ട കാണാൻ താല്പര്യമുള്ള എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വീഡിയോസിൽ കമൻസിൽ അറിയിക്കുക. പിന്നെ നമ്മളെ സദ്യയിൽ ഇഷ്ടപ്പെട്ട വിഭവം എന്തൊക്കെ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ്സ് ഇടുക. അല്ലാണ്ട് വല്ല കമൻറ്റ്സ് ഇടാതെ ചെറിയ ചെറിയ നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ടും അങ്ങനത്തെ എന്തെങ്കിലും മാക്സിമം കമൻറ്റ്സ് ഇടാം. കാരണം കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ് കമൻറ്റ്സ് നോക്കിയിട്ട്, അപ്പം അതിൽ കൂടുതൽ കമൻറ്റ്സ് ഇടും തോറും ചാൻസ് ഓഫ് വിന്നിങ് ഈസ് കൂടുതലാണ്. അപ്പം കഴിയുന്നതും മാക്സിമം കമൻറ്റ്സ് ഇടാം. ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ക്ലേ ഡയറക്റ്റ് വെയിലിൽ ഉണക്കാൻ വെക്കാതെ ഒന്ന് സൈഡിൽ അവിടെ എവിടെയെങ്കിലും മാറ്റി വെക്കുക. ഡയറക്റ്റ് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ക്രാക്സ് വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം പറ്റുന്നതും സൈഡിലോ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഫാൻ്റെ ചുവട്ടിലൊക്കെ വെച്ചാൽ മതി, അങ്ങനെ ഡ്രൈ ആയിക്കോളും. അപ്പം ഞാൻ ഇന്നലാണ് ഇത് ചെയ്തത്. ഇന്നത്തേക്ക് കറക്റ്റ് ഡ്രൈ ആയി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റിങ്ങിലാണ് നമ്മൾ അടുത്ത കലാവിരുദ്ധ ഉള്ളത്. കലാവിരുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലൊക്കെ ഡൗട്ട് കാര്യങ്ങൾ നമുക്ക് മൈൻഡിൽ പെയിൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് കാണുന്നത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഇതിലൊക്കെ ഒന്ന് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കാം, പിൻട്രസ്റ്റിൽ നോക്കാം. എല്ലാ സ്ഥലത്തും നമുക്ക് എല്ലാ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള പല വീഡിയോസും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള ഇങ്ങനത്തെ ക്ലിയർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ സദ്യ ഏതായാലും ഇവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇല വിരിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ സാധനങ്ങളാണ്. ഭയങ്കര വലിയ ഡീറ്റെയിലിംഗ് ആയിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണം എന്നില്ല. അതൊക്കെ നമ്മളൊരു ഐഡിയക്ക് കലാവിരുദ്ധാണ് അതിൽ ഉത്ഭവിക്കേണ്ടത്. അത് ഓരോന്ന് സെറ്റാക്കി വെക്കുക. പിന്നെ പഴം പെയിൻ്റ് ചെയ്തെടുക്കുക, മഞ്ഞ പെയിൻ്റ് അടിക്കുക, അങ്ങനെ ഓരോ സാധനങ്ങളും അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഇനി നെക്സ്റ്റ് ഐറ്റം എന്ത് ചെയ്യണം എന്നുള്ളത്, എന്ത് സാധനം ക്ലേ വെച്ചിട്ട് എന്ത് സാധനം ഉണ്ടാക്കണം എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. കമൻറ്റ്സ് ഈ വീഡിയോന് മാക്സിമം കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാൻസ് ഓഫ് വിന്നിങ് ഫോർ നമ്മളെ ഗിവ് അവേ ഈസ് കൂടുതലാണ്. കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ് എടുക്കുക. അപ്പം മാക്സിമം കമൻറ്റ് ഇടുക.
അച്ചടി വെച്ചു, ഓലം വെച്ചു, കാളം വെച്ചു, എന്താ പറയുക, ഉപ്പ് കിട്ടണമില്ല, നമ്മളെ എല്ലാ സാധനങ്ങളും നിരനിരായിട്ട് വെക്കുക. ഇനി പെയിൻ്റ് അടിക്കുക. അതോടെ നമ്മളെ സദ്യ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിലിങ് കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മളെ കായവറുത്തേനും ഉപ്പിൽ അച്ചാറിനൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സാധനം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ കറിയിൽ നമ്മൾ മുരിങ്ങക്കായ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറി കുറച്ചും കൂടി കറിയാണെന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ ഓരോ കാര്യത്തിൽ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആഡ് ചെയ്യുമ്പം നമുക്ക് ഓരോന്നോരോന്ന് അടിപൊളിയായിട്ട് സെറ്റാക്കാം. ഇനി നിങ്ങൾക്ക് വെണ്ടക്ക ഉണ്ടാക്കണമെങ്കിൽ വെണ്ടക്ക ഉണ്ടാക്കാം. നമ്മളെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് നമ്മുടെ ക്രാഫ്റ്റ്. കുറേ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാട്ടോ. യൂട്യൂബിലൊക്കെ കുറേ നോക്കിയിട്ടുണ്ട്, കുറേ വീഡിയോസ് ഞാൻ തന്നെ കണ്ടിരിക്കാറുണ്ട്, കുറേ വീഡിയോസ്. അപ്പോൾ അതിൽ നോക്കി എല്ലാത്തിനും നോക്കിങ്ങാണ്ട് നല്ല അമ്മക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് എന്ന് കണ്ടിട്ട് അത് വെച്ചിട്ട് എന്തായാലും ചെയ്ത് നോക്കിയിട്ട് ചെയ്തോ ഇല്ലേ നമുക്ക് വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലും ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ മെയിലിലോ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും വീഡിയോസിൽ നെക്സ്റ്റ് ഏതെങ്കിലും വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് നമ്മളുടെ മിനി സദ്യ, ക്ലേ വെച്ചിട്ടുള്ള സദ്യ. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് എന്തായാലും അടിപൊളി ആയിട്ടുണ്ട്. ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. അപ്പം ക്ലേ കൊണ്ട് ഉള്ള നെക്സ്റ്റ് ഐറ്റംസൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗിവ് എവേയുടെ കാര്യത്തിലേക്ക് വീണ്ടും വരുന്നു. നമ്മൾ ഗിവ് എവേയിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച സാധനങ്ങളും സാമഗ്രികളൊക്കെ ഞാൻ 2 ദിവസം മുന്നേ പോയി സെറ്റാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് അടുത്തടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ടൈം വെച്ചിരിക്കേണ്ടല്ലോ, അതിൻ്റെ മുന്നത്തെ നമുക്ക് പോയി വാങ്ങാമല്ലോ. അപ്പോൾ എനിക്ക് വേറെ കുറേ ഐറ്റംസും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഗിവ് എവേയിൽ കൊടുക്കാനുള്ള സാധനങ്ങളും വാങ്ങാൻ വിചാരിച്ചു. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന സാധനത്തിൽ നമ്മൾ ഗിവ് അവേ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ വേഗം കമൻസിൽ ഇട്ടോളി. കമൻസ് ഇടുന്നതിനനുസരിച്ചാണ് നമ്മളെ ചാൻസ് ഓഫ് വിന്നിങ് കൂടുന്നത്. അപ്പം എന്തായാലും കമൻസ് ഇട്ടോളി. അപ്പം ഞാൻ എന്തൊക്കെ വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. മെയിനായിട്ട് വാങ്ങിയത് സ്റ്റിക്കേഴ്സ് തന്നെ. സ്റ്റിക്കേഴ്സ് ആണല്ലോ നമുക്ക് ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി. സ്റ്റിക്കേഴ്സ്, ക്ലേ, വാഷിംഗ് ടേപ്പ്, പിന്നെ നൈഫ്, നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നൈഫ്, പിന്നെ കുറേ അക്രിലിക് പെയിൻറ്റ്സ് വാങ്ങിച്ചു. അതിൻ്റെയൊക്കെ സെറ്റാട്ടോ വാങ്ങിച്ചത്. ഇത് 10 പീസിൻ്റെ ഉണ്ട്, 6 പീസിൻ്റെ ഉണ്ട്, 12 പീസിൻ്റെ ഉണ്ട്, അങ്ങനെ പല ഇതിലും ഉണ്ട്. പിന്നെ കവായ് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ്, അതുപോലെ പാത്രം, ക്ലേ ടെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ. ഇതൊക്കെ കുറേ ചെറിയ പീടികളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, വലിയ മാളിലൊന്നും പോയി വാങ്ങണമെന്നില്ല. അപ്പോൾ ക്ലേ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ ഈ ഐറ്റംസൊക്കെയാണ് ഞാൻ ഗിവ് അവേ കൊടുക്കാൻ പോകുന്നത്. നമ്മളെ ഡോംസിൻ്റെ യൂണിക്കോൺ ബ്രാൻഡിൽ വരുന്ന, യൂണിക്കോൺ തീമിൽ വരുന്ന ഒരു സെറ്റ് ഉണ്ട്. പിന്നെ നമ്മളെ കവായ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ നാച്ചുറൽ സ്റ്റിക്കേഴ്സ് ഇതിന് മുന്നേ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിൽ അടിപൊളി സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. അതിൻ്റെ തന്നെ ഒരു വേറെ ടൈപ്പാണ്. പിന്നെ 2-3 വാഷിംഗ് ടൈപ്പ് ഞാൻ ഓൾറെഡി 5 വാങ്ങിച്ചിട്ടുണ്ട്. അതിലുള്ള 2-3 കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ മിനി ജേർണലിങ്ങോ അല്ലെങ്കിൽ നോട്ടൊക്കെ എഴുതാൻ പറ്റിയ ഒരു ക്യൂട്ട്
ബുക്ക്. അപ്പോൾ ഈ ഐറ്റംസൊക്കെയാണ് നമ്മൾ ഗിവ് എവേയിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും കമൻസും കാര്യങ്ങളൊക്കെ ഇട്ട് ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓൺലി 2 റൂൾസേ ഉള്ളൂ. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെയും പോയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ കമൻസ് ആണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് നോക്കുന്നത്. കമൻസ്, ലൈക്ക്. അപ്പോൾ ഇതിൽ കമൻറ്റ് പിക്കർ വെച്ചെങ്ങാണ്ടാണ് കമൻസ് എന്ന് നമ്മൾ നല്ലൊരു കമൻറ്റൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പം ചാൻസ് ഓഫ് വിന്നിങ് കൂടാൻ വേണ്ടിയിട്ട് തോനെ കമൻസ് ഇട്ടോളി. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിവ് എവേൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഇതുപോലത്തെ നല്ല നല്ല രസകരമായിട്ടുള്ള ഗിവ് എവേ ഒക്കെ നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ. ഇനി നമ്മളൊരു ബിഗ് ഗിവ് എവേ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ബൈ.